പണ്ടൊക്കെ ഉത്തർപ്രദേശിൽ പോലീസ് എന്ന് പറയുന്നത് ഒരു കോമഡി പീസായിരുന്നു. ഉത്തർപ്രദേശിനെ ഭരിച്ചിരുന്നത് തന്നെ പല മേഖലകളിലായി ഗുണ്ട നേതാക്കളും ജാതീയപരമായിട്ടുള്ള അവിടെയുള്ള ഏറ്റവും അപ്ലിഫ്റ്റ് ചെയ്ത് നിൽക്കുന്ന കാസ്റ്റിൻ്റെ നേതാക്കളും ഒക്കെയായിരുന്നു. ഇവരെ തൊടാൻ പോലീസുകാർക്കോ രാഷ്ട്രീയക്കാർക്കോ എല്ലാവർക്കും ഭയമായിരുന്നു. പ്രധാനമായും ഇവർ തന്നെയാണ് ഇവരുടെ മേഖലകൾ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇലക്ഷനിൽ ഇവരുടെ സ്ഥാനാർത്ഥിയെ തന്നെ ഇവർ നിർത്തി കള്ളവോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഗുണ്ട രാജാണ് ഉത്തർപ്രദേശിൽ നടന്നിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ യോഗി ആദിത്യനാഥ് വന്ന ശേഷം ഇതിനെല്ലാം വലിയ മാറ്റമാണ് സംഭവിച്ചത്. പോലീസിൻ്റെ പവർ തിരിച്ചു കിട്ടി. ഇപ്പോൾ പോലീസിന് ആക്രമിക്കുന്ന ഗുണ്ടകളെല്ലാം ഒരു ബുള്ളറ്റിൽ തീർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഇടയ്ക്ക് 12 ജില്ലകളിൽ യുപിയിൽ നടന്ന എൻകൗണ്ടർ ലിസ്റ്റുകൾ പുറത്തു വന്നത് കണ്ട് നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളും ഞെട്ടിത്തരിച്ചു പോകുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. എന്നാൽ യോഗി ആദിത്യനാഥിൻ്റെ പോലീസിനെ കൈവച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 4 പേരാണ് ഇപ്പോൾ പോലീസിനെ കൈവച്ചതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരിക്കുന്നത്. എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. കോൺസ്റ്റബിൾ ആയിട്ടുള്ള മഹാവീർ എന്ന് പറയുന്ന ഒരു വ്യക്തി രാത്രി 1 മണിക്ക് ധാക്ക മൊഹല്ലയിൽ പട്രോളിങ്ങിന് ഇറങ്ങിയതായിരുന്നു. അവിടെ അൺയൂഷ്വൽ ആയിട്ട് കണ്ട ഒരു ഗ്യാങ്ങിനെ ഇയാൾ ചോദ്യം ചെയ്തു. അയാളെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഈ ഗ്യാങ് ലീഡർ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുകയായിരുന്നു. ഇൻ റെസ്പോൺസ് പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതിനെ തുടർന്ന് ഒരു മുസ്ലിം മോബ് അവിടെ പൊട്ടിപ്പുറപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഒരു ജനക്കൂട്ടം അവിടെ തടിച്ചുകൂടുകയും ഒരു വുമൻ കോൺസ്റ്റബിളിനെ അസോൾട്ട് ചെയ്യുകയും ചെയ്തു. അതായത് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ മാനഭംഗപ്പെടുത്താൻ ശ്രമം നടക്കുകയും ചെയ്തു. അവസാനം യോഗി ആദിത്യനാഥിൻ്റെ ഒരു വണ്ടി പോലീസ് അവിടെ എത്തി. അതിനുശേഷം എന്താണ് നടന്നത് എന്നുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കോപ്പിറൈറ്റ് വയലേഷൻ അല്ലെങ്കിൽ തീർച്ചയായും നമ്മൾ കാണിക്കുന്നതായിരിക്കും. എന്തായാലും ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം യോഗി ആദിത്യനാഥ് പോലീസ് ഏതാണെന്ന് ഇപ്പോൾ കൃത്യമായി അവിടെയുള്ള ഗുണ്ടകൾക്കും അവിടെ ഈ മോബ് ലിഞ്ചിങ്ങിന് കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന പല ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട്. ഗുണ്ടകൾ കൈകൂപ്പി നടക്കാൻ പോലും പറ്റാതെ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്.